നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്തൊരു സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കും എടുത്ത് വെച്ച് പറയുന്നത് കറക്റ്റായിട്ട് നോട്ട്സ് എഴുതി പോവുക. എന്നിട്ട് നമ്മൾ റിവിഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് റിവിഷൻ ചെയ്യണം. നമ്മുടെ റിവിഷൻ സീരീസിൽ എന്താണ് നമ്മൾ മറ്റ് മാഗസിൻസ്, അതായത് നമ്മളിപ്പോൾ പത്ര കട്ടിങ്സ് ആണ് എടുക്കുന്നത്. ഇനി നമ്മൾ എന്താണ് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി കണക്കുള്ള മാധ്യമങ്ങൾ എടുക്കുമ്പോൾ ഇതേ പോയിന്റ്സ് ഒക്കെ തന്നെ അതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അതൊരു നല്ല റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് 2020 ശേഷം ലോകത്ത് 5 സമ്പന്നരുടെ സ്വത്ത് ഇരട്ടിയായി എന്നതാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ലോകം കോവിഡ് പ്രതിസന്ധി നേരിട്ട സമയമായിരുന്നു 2020 അല്ലെ. ആ സമയത്ത് തൊട്ട് എന്താണ്, ആ സമയത്തിന് ശേഷം 5 സമ്പന്നരുടെ സ്വത്ത് ഇരട്ടിയായി എന്നാണ് പറയുന്നത്. ആരാണ് അസമത്വ റിപ്പോർട്ട് കൊണ്ടുവന്നത്? ആരാണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നത്? ആരാണ്? ഓക്സ്ഫാം ആണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിലാണ് ഓക്സ്ഫാം ഈ അസമത്വ റിപ്പോർട്ട് കൊണ്ടുവന്നത്. ഇതിൽ ആരൊക്കെയാണ് ആ പറഞ്ഞ സമ്പന്നർ? അത് നമുക്ക് നോക്കാം. ടെസ്ല CEO ഇലോൺ മസ്ക്. അവിടെ തന്നെ പോയിന്റ് കിടപ്പുണ്ട്, അവിടെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. നമ്മുടെ PSCക്ക് ചോദിക്കാൻ ടെസ്ലയുടെ CEO ആരാണ്? ഇലോൺ മസ്ക് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർ പഠിച്ചു വെച്ചിരിക്കുക. ഫ്രഞ്ച് വ്യവസായിയായിട്ടുള്ള ബെർണാർഡ് അർനോ. അടുത്ത എന്താണ്, ആമസോണിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജെഫ് ബെസോസ്. ആരാണ്? ആമസോണിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? ജെഫ് ബെസോസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ടെസ്ല CEO ആരാണ്? ഇലോൺ മസ്ക് ആണ്. ആമസോണിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? ജെഫ് ബെസോസ് ആണ്. അടുത്ത എന്താണ്, ഓറക്കിൾ സഹസ്ഥാപകൻ ലാറി എല്ലിസൺ. അടുത്ത എന്താണ്, മെറ്റ CEO മാർക്ക് സെക്കൻബർഗ്. ആരാണ്? മെറ്റയുടെ CEO. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റയുടെ CEO ആരാണ്? മാർക്ക് സുക്കൻബർഗ് ആണ്. അപ്പം ഇത്രയും പേരെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും പേരാണ് അവരുടെ സമ്പത്ത് ഇരട്ടിയായത് കേട്ടോ. അപ്പം ആരൊക്കെയാണ്? ടെസ്ല CEO ഇലോൺ മസ്ക്, ഫ്രഞ്ച് വ്യവസായിയായ ബെർണാർഡ് അർനോ, ആമസോണിന്റെ CEO ആയിട്ടുള്ള ജെഫ് ബെസോസ്. അടുത്ത എന്താണ്, ഓറക്കിളിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ലാറി എല്ലിസൺ. അടുത്ത മെറ്റയുടെ CEO ആരാണ്? മാർക്ക് സക്കൻബർഗ്. അപ്പം ഇത്രയും പേരെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്നാണ് അവരുടെ സമ്പത്ത് ഇരട്ടിയാവാൻ തുടങ്ങിയത്? 2020 കോവിഡിന് ശേഷം. ഓക്കെ, അപ്പൊ ലോകത്തെ സമ്പത്തിന്റെ 69% വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയും ആയിട്ടാണ് കിടക്കുന്നത്. എവിടെയാണ്? നമ്മുടെ സമ്പത്തിന്റെ 69%, ലോകത്തിലെ സമ്പത്തിന്റെ 69% എവിടെയാണ്? വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമാണ് ഉള്ളത്. അങ്ങനെ ആഗോള ഉത്തര രാജ്യങ്ങളുടെ കയ്യിലാണ് ഈ പറയുന്ന സമ്പത്തെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ലോക ജനസംഖ്യയുടെ 21% മാത്രമാണ് അവിടെ ഉള്ളത്. ലോക ജനസംഖ്യയുടെ 21% മാത്രമേ ഈ രാജ്യങ്ങളിലായിട്ടുള്ളൂ. പക്ഷെ ലോകത്തെ സമ്പത്തിന്റെ 69% അവിടെയാണുള്ളത്. അപ്പം നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന കാര്യം സാധ്യമാവുമോ? അതാവില്ല. അതിനെ പറ്റിയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ദരിദ്രർ കൂടുതൽ ദരിദ്രരായി, സമ്പത്തുള്ളവരെന്താണ് കൂടുതൽ സമ്പന്നരുമായി. ഓക്കെ, അടുത്ത ന്യൂസ് എന്താണ്? അടുത്തത് നമ്മുടെ വൈസ് അഡ്മിറൽ വിനീത് M. കാർട്ടി ഏഴിമല നാവിക കമാൻഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? വൈസ് അഡ്മിറൽ വിനീത് M. കാർട്ടി ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ന്യൂസാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ന്യൂസ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് എന്താണ്, ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡന്റ് ആരാണ്? ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡന്റ് ആരാണ്? വൈസ് അഡ്മിറൽ വിനീത് M. കാർട്ടി. ആരാണ്? വിനീത് M. കാർട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നാവികസേനാ മേധാവി ആരാണ്? നമ്മളിപ്പോൾ ഏഴിമല നാവിക അക്കാദമിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നാവികസേനാ മേധാവി എന്ന് പഠിച്ചാലോ? ആരാണ് നാവികസേനാ മേധാവി? R. ഹരികുമാർ ആണ്. ആരാണ്? R. ഹരികുമാർ. ആരാണ് ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡന്റ്? ആരാണ്? അത് വിനീത് M. കാർട്ടിയാണ്. ആരാണ്? വിനീത് M. കാർട്ടിയാണ്.
ആരാണ് നാവികസേനയുടെ മേധാവി? അത് ആർ ഹരികുമാർ ആണ്. പഠിച്ചോ? അടുപ്പം നമുക്ക് എന്താണ് നാവികസേനയുടെ ദിനം? നാവികസേന ദിനം എന്നാണ് ഡിസംബർ 4 എന്നാണ് നാവികസേന ദിനം? ഡിസംബർ 4. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 4 നാവികസേന ദിനമാണ്. ഒക്ടോബർ 8 എന്താണ്? ഒക്ടോബർ 8 വ്യോമസേനാ ദിനമാണ്. പഠിച്ചു വെച്ചേക്കുക. ഒക്ടോബർ 8 എന്താണ്? വ്യോമസേനാ ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. എന്താണ്? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത 2023 ഈ നാവികസേന ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? സിന്ധുദുർഗ് കോട്ട, മുംബൈ. എവിടെയാണ്? സിന്ധുദുർഗ് കോട്ട, മുംബൈയിലാണ് നാവികദിനത്തിന്റെ വേദി. 2023 നാവികദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? സിന്ധുദുർഗ് കോട്ട, മുംബൈ ആയിരുന്നു. ഓക്കെ. ഇനി വ്യോമസേനാ ദിനം സംഘടിപ്പിച്ചു. ആ വ്യോമസേനാ ദിനം നമുക്കറിയാം ഒക്ടോബർ 8 അതിന്റെ വേദി പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. എവിടെയാണ്? പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. ആരാണ് ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡന്റ്? ആരാണ് ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡന്റ്? ഒന്ന് പറഞ്ഞു നോക്കേ, കൂടെ പറഞ്ഞു നോക്കേ. ആരാണ്? വിനീത് എം കാർട്ടി ആണ് അല്ലേ? മനസ്സിൽ വന്നില്ലേ? വിനീത് എം കാർട്ടി എന്ന് വന്നില്ലേ? അടുത്ത നാവികസേനയുടെ മേധാവി ആരായിരുന്നു? നാവികസേനയുടെ പറഞ്ഞു നോക്ക്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ചു പോവാം. ഓക്കെ. അപ്പൊ നാവികസേനയുടെ മേധാവി ആരാണ്? ആർ ഹരികുമാർ ആണ്. ആരാണ്? ആർ ഹരികുമാർ. അങ്ങനെയാണെങ്കിൽ പറയടാ, നാവികസേന ദിനം എന്നാണ്? ഡിസംബർ 4. എന്നാണ്? ഡിസംബർ 4. വ്യോമസേന ദിനം എന്നാണ്? ഒക്ടോബർ 8. എന്നാണ്? ഒക്ടോബർ 8. അപ്പൊ നാവികസേന ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? സിന്ധുദുർഗ് കോട്ട, മുംബൈ. എവിടെയാണ്? സിന്ധുദുർഗ് കോട്ട, മുംബൈ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യോമസേന ദിനത്തിന്റെ വേദി എവിടെയാണ്? പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. ഓക്കെ അല്ലേ? അടുത്ത ന്യൂസ് നോക്കാം. നമ്മുടെ ഫിഫയെ പറ്റിയാണ് പറയുന്നത്. 2023 വർഷത്തെ ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് ആർക്ക് കിട്ടി? ലയണൽ മെസ്സിക്ക് കിട്ടി. നമുക്ക് ആദ്യം പത്ര കട്ടിങ്സ് നോക്കാം. ഓക്കെ. അപ്പൊ 2023 ഫിഫയുടെ മികച്ച പുരുഷ താരത്തിനുള്ള എന്താണ് അവാർഡ് ആർക്കാണ്? ലയണൽ മെസ്സിക്ക്. എവിടുത്തെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി. അവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എന്താണ് 2023 ഫിഫയുടെ മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് കിട്ടിയ ലയണൽ മെസ്സി ഏത് രാജ്യക്കാരനാണ്? ഏത് രാജ്യക്കാരനാണ്? അർജന്റീനയാണ്. പഠിച്ചു വെച്ചേക്കുക. അങ്ങനെ PSC ചോദിക്കും കേട്ടോ. അപ്പൊ ഏത് രാജ്യം എന്ന് ചോദിക്കും, പഠിച്ചു വെച്ചേക്കുക. ഏതാണ്? അർജന്റീനയാണ്. ഓക്കെ അല്ലേ? അപ്പൊ 2023 ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് കിട്ടിയത് ആർക്കാണ്? സൂപ്പർ താരത്തിനുള്ള അവാർഡ് കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. ഈ ലയണൽ മെസ്സിയുടെ രാജ്യം ചോദിച്ച ഏതാണ്? അർജന്റീനയാണ്. ഓക്കെ. ഇന്റർ മിയാമി കളിക്കാരൻ കൂടിയാണ് മെസ്സി. ഓക്കെ. ഇന്റർ മിയാമി കളിക്കാരൻ കൂടിയാണ് നമ്മുടെ മെസ്സി എന്ന് പറയുന്നത്. 3 തവണയാണ് പുരസ്കാരം കിട്ടിയത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് മെസ്സിയെ പറ്റി കേട്ടോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ തരാം, രാജ്യം മാറ്റിത്തരാം, അല്ലെങ്കിൽ എന്താണ് ഈ 3 തവണ എന്ന് പറയുന്നത് മാറ്റിത്തരാം. നമ്മൾ പെട്ടില്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. 3-ാം തവണയാണ് മെസ്സിക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. എത്രാം തവണയാണ്? 3-ാം തവണയാണ്. ഓക്കെ. ഇതിനു മുന്നേ എന്നൊക്കെ കിട്ടി അതും പഠിച്ചു വെച്ചേക്കാം. 2019, 2022. ഇപ്പൊ എപ്പോഴാണ് കിട്ടിയത്? 2024 കൊടുത്തത്. നമ്മളെ ന്യൂസ് ഇപ്പൊ പഠിക്കുന്നത്. പക്ഷേ 2023 പുരസ്കാരമാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ ഏതിലൊക്കെയാണ്? 2019, 2022, 2023. എപ്പോഴാണ്? 2019, 2022, 2023. അങ്ങനെ 3 തവണയാണ് മെസ്സിക്ക് എന്ത് കിട്ടിയത്? ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള, അതായത് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത്. ഏതാണ്? ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം മെസ്സിക്ക് എത്ര തവണ കിട്ടി? പറ, എത്ര തവണ കിട്ടി? 3 തവണ കിട്ടി. ഏതൊക്കെയാണ് വർഷങ്ങൾ? 2019, 2022, 2023. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഏറ്റവും അധികം ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ താരമെന്ന നേട്ടം കിട്ടിയത് ആർക്കാണ്? അതും മെസ്സിക്കാണ്. ഏറ്റവും അധികം തവണ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? പറഞ്ഞോ, ആർക്കാണ്? മെസ്സിക്കാണ്. പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്ക്? 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? മെസ്സിക്കാണ്. ലയണൽ മെസ്സിക്കാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയ മെസ്സി ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? അർജന്റീനയാണ്. ഓക്കെ. അടുത്ത എന്താണ്? എത്ര തവണയാണ് നമ്മുടെ മെസ്സിക്ക് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത്? എത്രയാണ്? 3 തവണ. താഴെ തന്നേക്കുന്നതിൽ
ഏതൊക്കെ വർഷങ്ങളിലാണ് മെസ്സിക്ക് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത്? 2019, 20, 21, 22 ഒക്കെ ഓപ്ഷനിൽ കാണും അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് 2019 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, 2022 ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, 2023 ഉണ്ടെങ്കിൽ അതും ശരിയായിരിക്കും. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ അതും പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഏറ്റവും അധികം തവണ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാ? ലയണൽ മെസ്സിക്കാണ്. ഓക്കെ അല്ലേ? അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയുന്നതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, റോബർട്ട് ലെവൻഡോസ്കി എന്നിവർ 2 തവണയാണ് നേടിയിട്ടുള്ളത്. ആർക്കാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എത്ര തവണ? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 2 തവണയാണ് കിട്ടിയിട്ടുള്ളത്. റോബർട്ട് ലെവൻഡോസ്കിക്കും 2 തവണയാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോള മികച്ച പുരുഷ കോച്ചിനുള്ള പുരസ്കാരം നേടി. അപ്പൊ മികച്ച പുരുഷ കോച്ചിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോള. പഠിച്ചു വെച്ചോ. ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം കിട്ടിയ പുരുഷ താരം ആരാണ്? പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോള. കിട്ടിയോ? ഇത് എവിടത്തെയാണ്? മാഞ്ചസ്റ്റർ സിറ്റി. ഇനി അതേ കണക്ക് തന്നെ ഇംഗ്ലണ്ട് വനിതാ ടീം പരിശീലക സെറീന വിക്മൺ വനിതാ കോച്ചിനുള്ള പുരസ്കാരവും നേടി. അപ്പം മികച്ച വനിതാ കോച്ചിനുള്ള പുരസ്കാരം ആരാണ് നേടിയത്? സെറീന വിക്മൺ. സെറീന വിക്മൺ ആണ് മികച്ച വനിതാ പരിശീലകയ്ക്കുള്ള പുരസ്കാരം നേടിയത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ബ്രസീൽ താരം എഡേഴ്സൺ മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടി. അപ്പം മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? എഡേഴ്സൺ ആണ്. എഡേഴ്സൺ ഗോൾ കീപ്പർ ആണ്. ഓക്കെ, അടുത്ത ഫെയർ പ്ലേ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ബ്രസീലിന് ഫെയർ പ്ലേ പുരസ്കാരവും കിട്ടി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ ഇവിടം വരെ പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ? ഇവിടം വരെ പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എത്ര തവണയാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത്? പറഞ്ഞു നോക്കേ. എത്ര തവണയാണ് നമ്മൾ പറഞ്ഞത്? 2 തവണ. അതുപോലെ തന്നെ ലെവൻഡോസ്കിക്ക് എത്ര തവണയാണ്? അത് 2 തവണയാണ്. അടുത്ത നമ്മുടെ ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോള. ഏറ്റവും മികച്ച പരിശീലകയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സെറീന. സെറീന വിക്മൺ അല്ലെ? സെറീന വിക്മൺ ഏത് രാജ്യക്കാരിയാണ്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ബ്രസീൽ താരം എഡേഴ്സന് എന്താണ് കിട്ടിയത്? ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണ് കിട്ടിയത്. ഫെയർ പ്ലേക്കുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ബ്രസീലിനാണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. 2023 വർഷത്തെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരം ഏതാണ്? ലയണൽ മെസ്സി. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? മികച്ച വനിതാ താരം പഠിച്ചു വെച്ചോ. ഐറ്റാന ബോൺമതി. ഐറ്റാന ബോൺമതി. ബോൺമതി അങ്ങനെ പഠിച്ചു വെച്ചോ. അപ്പൊ ഐറ്റാന ബോൺമതി ആണ് ഏറ്റവും മികച്ച വനിതാ താരം. അടുത്ത 3 തവണയാണ് മെസ്സിക്ക് പുരസ്കാരം കിട്ടുന്നത് നമ്മൾ പഠിച്ചു. 2019, 22, 23. 2019, 22, 23. ഓക്കെ, അപ്പൊ മികച്ച പരിശീലകൻ ആരാണ്? മികച്ച പരിശീലകൻ പെപ് ഗാർഡിയോള. നമ്മൾ പഠിച്ചു. ആരാണ് മികച്ച പരിശീലകൻ? പെപ് ഗാർഡിയോള. മികച്ച വനിത ആരാണെങ്കിൽ വനിതാ പരിശീലക? വനിത സെറീന വിക്മൺ. ഓക്കെ, അടുത്ത മികച്ച ഗോൾ കീപ്പർ ആരാന്ന് നമ്മൾ പഠിച്ചത്? എഡേഴ്സൺ. എഡേഴ്സൺ. അടുത്ത ഫെയർ പ്ലേ പുരസ്കാരം ആർക്കാ കിട്ടിയത്? ബ്രസീൽ. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത എന്താണ്? 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ആരാണ്? റയൽ മാഡ്രിഡ് ആണ്. 2023-24 സ്പാനിഷ് സൂപ്പർ കിരീടം ആർക്കാണ്? റയൽ മാഡ്രിഡിനാണ് കിട്ടിയത്. ഇപ്പൊ തന്നെ പഠിച്ചോ. കൂടെ പറഞ്ഞു പഠിക്കണം കേട്ടാ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടത്തുള്ളൂ. ചുമ്മാ കേട്ടിരുന്നാലൊന്നും കിട്ടൂല. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ആർക്ക് കിട്ടി? റയൽ മാഡ്രിഡിന് കിട്ടി. 2024 അന്തരിച്ച KJ ജോയി ഏതു മേഖലയിലാണ് പ്രസിദ്ധൻ? 2024 അന്തരിച്ച KJ ജോയി ഏതാണ്? സംഗീത സംവിധായകൻ. സംഗീത സംവിധായകനാണ്.
അടുത്ത ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സോളാർ വിൻഡ് എവിടെയാണ് സംയുക്ത പദ്ധതി? ഗുജറാത്തിലാണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഒന്നുകൂടെ ചോദിക്കാം, 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ആരാണ്? റയൽ മാഡ്രിഡ്. അടുത്ത 2024 അന്തരിച്ച KJ ജോയി ഏതു മേഖലയാണ്? സംഗീത സംവിധായകൻ. അടുത്ത ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി എവിടെയാണ് വരുന്നത്? ഗുജറാത്ത്. ഓക്കെ അല്ലേ? ഇനി 2024 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി ആർക്കാണ്? റഷ്യക്കാണ്. 2024 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി ആരാണ് വഹിക്കുന്നത്? റഷ്യയാണ്. ബ്രിക്സിലെ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 10 എത്രയാണ്? 10. 2024 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി ആർക്കാണ്? റഷ്യക്കാണ്. അംഗരാജ്യങ്ങൾ 10. ഓക്കെ. അടുത്ത നമ്മളിപ്പോ പഠിച്ചായിരുന്നു, ഉറുദു കവിയായിരുന്ന മുനവർ റാണ അന്തരിച്ചു അല്ലെ? അത് പഠിച്ചതാണ്. സംസ്ഥാനത്തെ പൊതുമേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? റോബോട്ടിക് സർജറി യൂണിറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ആദ്യമായിട്ട് പൊതുമേഖലയിൽ വന്നത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുമേഖല പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുമേഖലയിൽ വന്നത് എവിടെയാണ്? റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. എവിടെയാണ്? റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. അടുത്ത എന്താണ്? ജനുവരി 15 നമ്മൾ പഠിച്ചതാണ്. ജനുവരി 15ന്റെ പ്രത്യേകത എന്താണ്? കരസേനാ ദിനമാണ്. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണ്. ജനുവരി 15 എന്താണ്? കരസേനാ ദിനം. നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചായിരുന്നു. എന്താണ് ഡിസംബർ 4ന്റെ പ്രത്യേകത? നാവികസേനാ ദിനം. നാവികസേനാ ദിനം പഠിച്ചല്ലേ? നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4. കരസേനാ ദിനം എന്നാണ്? ജനുവരി 15. പഠിച്ചു വെച്ചോ, ജനുവരി 15 കരസേനാ ദിനം. ഡിസംബർ 4 എന്താണ്? നാവികസേനാ ദിനം. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? ഒക്ടോബർ 8. ഒക്ടോബർ 8 എന്താണ് പഠിച്ചത്? ഒക്ടോബർ 8ന് വ്യോമസേനാ ദിനം. എന്താണ്? വ്യോമസേനാ ദിനം പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഏതൊക്കെയാണ് പഠിച്ചത്? ജനുവരി 15 കരസേനാ ദിനം. ജനുവരി 15 കരസേനാ ദിനം. ഡിസംബർ 4 എന്താണ്? ഡിസംബർ 4 നാവികസേനാ ദിനം. ഒക്ടോബർ 8 എന്താണ്? വ്യോമസേനാ ദിനം. പഠിച്ചാടാ? പഠിച്ചില്ലേ? സെറ്റല്ലേ? ഇനി 76ാമത്തെ കരസേനാ ദിനമാണ് ഇപ്പൊ ആഘോഷിക്കുന്നത്. 76ാമത്തെ എത്രാമത്തെയാണ്? 76ാമത്തെ കരസേനാ ദിനമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. എവിടെയാണ്? ലക്നോയിലാണ്. 2024 നടന്ന കരസേനാ ദിനാഘോഷ വേദി എവിടെയാണ്? ലക്നോയിലാണ്. PSC ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. 2024 നടന്ന കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? ലക്നോ. ഇനി ചോദിക്കാം, 76ാമത്തെ കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? ലക്നോ. ഇനി തിരിച്ചും ചോദിക്കാം, ലക്നോയിൽ നടന്ന കരസേനാ ദിനാഘോഷം എത്രാമത്തെ എഡിഷൻ ആണ്? എത്രാമത്തെയാണ്? 76ാമത്തെയാണ്. ഓക്കെ. അങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും എല്ലാം പഠിക്കുക. ഓക്കെ. അടുത്ത എന്താണ്? അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. ആരുടെ ജീവിതമാണ്? അയ്യങ്കാളിയുടെ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചിത്രമാണ് കതിരവൻ. ഏതാണ്? കതിരവൻ. ഇതിനകത്ത് അയ്യങ്കാളിയുടെ വേഷം ഇടുന്ന ആരാണ്? മമ്മൂട്ടി. ആരാണ്? മമ്മൂട്ടിയാണ് അയ്യങ്കാളിയുടെ വേഷത്തിൽ എത്തുന്നത്. ഓക്കെ. അടുത്ത ഡെൻമാർക്കിലെ രാജാവ് വന്നിട്ടുണ്ട്, ഫെഡറിക് 10ാമൻ. ആരാണ്? ഫെഡറിക് 10ാമനാണ് ഡെൻമാർക്കിലെ രാജാവ്. ആരാണ്? ഡെൻമാർക്കിലെ രാജാവ്. ഓക്കെ. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ നമ്മുടെ ഇന്ത്യൻ സേന സർവശക്തിയും എടുത്തു എന്ന് പഠിച്ചു വെച്ചേക്കുക. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സർവശക്തി. ഓക്കെ. അടുത്ത ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. അപ്പൊ ചേരിചേര പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് ഉഗാണ്ടയിൽ നടന്നത്? എത്രാമത്തെയാണ്? 19ാമത്തെ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. ഒന്നുകൂടെ പറയാം, അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചിത്രം ഏതാണ്? കതിരവനാണ്. കതിരവൻ. ഓക്കെ. ഈ കതിരവനകത്ത് അയ്യങ്കാളിയുടെ വേഷം ഇട്ടത് ആരാണ്? മമ്മൂട്ടി. ഓക്കെ. ഡെൻമാർക്കിന്റെ രാജാവ് ആരാണ്? ഫെഡറിക് 10ാമൻ. ആരാണ്? ഫെഡറിക് 10ാമൻ. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ, ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ എന്താണ്? സർവശക്തി എടുത്തു എന്ന് പഠിച്ചു വെച്ചേക്കുക. ഓപ്പറേഷൻ സർവശക്തി. ഇനി ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഉഗാണ്ട കമ്പാല. ഓക്കെ അല്ലേ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.